പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ദിവസത്തിലും കർത്താവ് നമ്മോട് ഇടപെടുന്ന ഒരു കാര്യം, ആമേൻ, വേഷത്തിലല്ല പ്രവൃത്തിയിലാണ് ദൈവം നോക്കുന്നേ. ആമേൻ. നാം ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം വേഷം മാറി എന്ത് കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് അഭിമാനവും മാന്യതകളും ഒക്കെ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ദൈവസന്നിധിയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന, സകല രഹസ്യങ്ങളെയും അറിയുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിന് മുൻപാകെ നമുക്ക് വേഷം മാറി നിൽക്കുവാൻ കഴിയുന്നതല്ല. കർത്താവ് നമ്മെ നോക്കുന്നത് നമ്മുടെ വേഷമല്ല, നമ്മുടെ പ്രവൃത്തിയാണ് കർത്താവ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 5-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഹാവിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് ബട്ട് ഡിനൈങ് ഇറ്റ്സ് പവർ. ആമേൻ. ഹാവിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വേഷം ധരിച്ചു, ഡിനൈങ് ഇറ്റ്സ് പവർ, അതായത് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇന്ന് ഒത്തിരി ഈ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വചനം കേൾക്കുന്ന ദൈവമക്കളായ നാം ഓരോരുത്തരും അങ്ങനെയല്ല. ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിട്ടല്ല, അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നവരായിട്ടല്ല, ഭക്തിയോടെ യഥാർത്ഥമായി സ്തോത്ര ഭക്തിയോടെ തന്നെ ജീവിച്ച് ആ ശക്തി നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവഭക്തിയുടെ ശക്തി നാം വെളിപ്പെടുത്തി നാം ജീവിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 14-15 വചനങ്ങൾ നമുക്ക് വായിക്കാം. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. അതേ, നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്ന് വിളിക്കപ്പെട്ടു വന്ന എല്ലാവരും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണെന്ന് പഴയ നിയമത്തിൽ നമുക്കൊരു ഭാഗം വായിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിരിക്കുന്ന, ദൈവത്തിൻ്റെ ദാസിദാസന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നതിൽ അതിശയമില്ല. കാരണം എന്താ? സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വേദപുസ്തകം ഉടനീളം നാം പരിശോധിക്കുമ്പോൾ ഒരിടത്തും സാത്താൻ യഥാർത്ഥമായി സാത്താൻ്റെ രൂപമെടുത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ. തന്ത്രപരമായി വെളിച്ചദൂതൻ്റെ വേഷത്തിൽ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിയാത്ത രീതിയിലാണ് സാത്താൻ ഓരോ ഹൃദയങ്ങളിൽ കടക്കുന്നത്. നമുക്കറിയാം, യൂദാസിലേക്ക് സാത്താൻ കടന്നു. ആമേൻ, ആമേൻ. അനന്യ സഫീറ അവരുടെ കുടുംബജീവിതത്തിൽ അവിടെ നാം വായിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജം പറയുവാൻ നിങ്ങളുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയതെന്ത്? ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും സാത്താൻ എങ്ങനെയാ തന്ത്രത്തിലൂടെ ഹവ്വയെ വഞ്ചിച്ചതെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം ഓരോ സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ സാത്താൻ വേഷം ധരിച്ചാണ് മനുഷ്യരുടെ ഇടയിൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ സാത്താനെ എത്ര വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടും വചനം കൊണ്ട് യേശു സാത്താനെ ജയിച്ചു. കാരണം യേശുവും അതുപോലെ വേഷം ധരിച്ച് നിൽക്കുന്ന വ്യക്തിയായിരുന്നില്ല. യേശു യഥാർത്ഥമായി ദൈവപുത്രനായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം മാത്രം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നും ആ സാത്താൻ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഓടാടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ വേഷം ധരിച്ച്, വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച നമ്മുടെ ഇടയിൽ കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നടുവിൽ യേശുവിനെ പോലെ വചനം നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ, ന്യായപ്രമാണം നാം ഉള്ളിലുള്ളവരാണെങ്കിൽ, ആമേൻ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നാം ഓരോരുത്തരും സാത്താനെ ജയിക്കും. എങ്ങനെ? വേഷത്തിലല്ല. ഞാൻ നീതി പ്രവൃത്തി ചെയ്യുന്നവളാണ്, നീതി പ്രവൃത്തി ചെയ്യുന്നവനാണ് എന്ന് സാത്താൻ്റെ ഫ്രണ്ടിലും ദൈവത്തിൻ്റെ മുൻപാകെ വേഷം ധരിച്ചിട്ട് അർത്ഥമില്ല. ഇവിടെ വായിക്കുന്നു, അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. ഒരു അവസാനമുണ്ട്. ഹല്ലേലൂയ. ലോക അവസാനം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നും ഇങ്ങനെ ജീവിച്ച് മുന്നേറി പോകാമെന്ന് നാം ആരും കരുതണ്ട. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. എന്നാൽ അവസാനത്തോളം
സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം ദൈവകൽപ്പന പ്രമാണിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ വായിക്കുന്നു, അവരുടെ അവസാനം പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഷത്തിലല്ല നമ്മുടെ അവസാനത്തെ ദൈവം വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനത്തെ പ്രവൃത്തികളാ? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും, പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന, അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യമുള്ളത്? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ല പ്രവൃത്തി എന്നത് ഇവിടെ നാം വായിക്കുന്നത് ദൈവം മുൻപാകെ ഏതാണ് നല്ല പ്രവൃത്തി? ഭൂമിയിൽ നാം നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം, സാക്ഷ്യമുള്ളവരായിരിക്കണം. എന്നാൽ ദൈവം മുൻപാകെ സ്ഥിരത പൂണ്ട് ആ നിത്യ തേജസ് നാം ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കണം. മാത്രമല്ല മാനം, ദൈവത്താൽ, മനുഷ്യരാൽ വരുന്ന മാനത്തേക്കാൾ ദൈവത്താൽ വരുന്ന മാനത്തെ അന്വേഷിക്കണം. 3, ആമേൻ, സ്തോത്രം, അക്ഷയത. ആ അക്ഷയത നാം പ്രാപിക്കേണ്ടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അത് നാം അന്വേഷിക്കണം. ഈ 3 അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനെ കർത്താവ് നൽകും. അടുത്ത് ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അടുത്ത് വായിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും ദൈവം മുൻപാകെ. ചിലപ്പോൾ ഈ ഭൂമിയിൽ നാം നന്മ പ്രവർത്തിക്കുന്നവരായിരിക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ നാം ദൈവത്താൽ വരുന്ന തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കാതെ സ്ഥിരതയില്ലാതെ നാം ഇരിക്കുന്നുവാണെങ്കിൽ നാം ഭൂമിയിൽ തിന്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്നവർ ഇന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരുന്നാലും അവർക്ക് അവരുടെ അവസാനം കഷ്ടവും സങ്കടവുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉദാഹരണം ലാസറിൻ്റെയും ധനവാന്റെയും ആമേൻ, സ്തോത്രം, ആമേൻ, ആ ഒരു സംഭവം നമുക്കറിയാം. ധനവാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ച് സന്തോഷത്തോടെ ആഡംബരത്തോടെ ജീവിച്ചു. എന്നാൽ നരകത്തിൽ പോയപ്പോൾ പാതാളത്തിൽ അവൻ യാതന അനുഭവിക്കുന്നു. എന്നാൽ ലാസറോ ഇവിടെ കഷ്ടവും സങ്കടവും ദുഃഖവും അനുഭവിച്ചു. എന്നാൽ അവിടെ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ആനന്ദിക്കുന്നു. പ്രൈസ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും അത് ആരെന്ന ദൈവത്തിന് മുഖപക്ഷമില്ല. ആരായിരുന്നാലും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ദൈവമക്കളെ, ആമേൻ, ആദ്യം യഹൂദനും. ആമേൻ. ദൈവത്തെ അറിയാത്തവർക്ക് പോലെയല്ല, ദൈവത്തെ ആരെന്നറിഞ്ഞവർക്കും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവർക്ക് പിന്നെ ആമേൻ ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അടുത്ത നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും അതേ തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്ന ദൈവത്തിനു വേണ്ടി നന്മ പ്രവർത്തിക്കുന്ന തൻ്റെ മക്കൾക്ക് മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. പ്രിയ ദൈവമക്കളെ, ഈ വചനപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനം കേൾക്കുന്ന ഇന്ന് മുതൽ നാം ആരും ഇനി വേഷം ധരിക്കേണ്ടുന്നവരല്ല. വേഷം ധരിച്ച് നമുക്ക് മുൻപിൽ വരുന്ന സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നാമും വേഷം ധരിച്ച് നീതിപ്രവൃത്തികളുടെ വേഷം ധരിച്ചിട്ട് കാര്യമില്ല. ഭക്തിയുടെ വേഷം ധരിക്കാതെ ആ ശക്തിയെ ത്യജിച്ചു കളയാതെ ഭക്തി യഥാർത്ഥമായി ഭക്തിയോടെ ദൈവശക്തിയോടെ ദൈവഭയത്തോടെ ജീവിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ പ്രവർത്തിക്കൊത്തതാണ് നമ്മുടെ അവസാനം. ആയതിനാൽ സ്തോത്രം, നാം അന്വേഷിക്കേണ്ടത് തേജസ്സും ദൈവത്താൽ വരുന്ന തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കാം. സ്ഥിരത കൊണ്ട് നന്മ പ്രവർത്തിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മെ മാനിക്കും. നാം ഇന്ന് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും തക്ക പ്രതിഫലങ്ങളെ നാം എത്രയും വേഗം പ്രാപിക്കുവാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം ക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നപ്പ സമർപ്പിക്കുന്ന നാഥ കർത്താവ്, ഈ നാളുകളിൽ കർത്താവ് സ്തോത്രം വേഷം ധരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടല്ല, വേഷം ധരിക്കുന്ന ദൈവമക്കളായിട്ടല്ല, വേഷം ധരിക്കുന്ന ശുശ്രൂഷക്കാരായിട്ടല്ല കർത്താവ്. യഥാർത്ഥമായ ഭക്തിയോടും ഭയത്തോടും വിശുദ്ധിയോടും നന്മ പ്രവർത്തിച്ചുകൊണ്ട് സ്ഥിരത കൊണ്ട് ദൈവത്താൽ വരുന്ന അങ്ങയാൽ വരുന്ന തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിച്ചപ്പാ വരവിൻ്റെ പ്രത്യാശയോടെ ഓരോ നാളും ചെയ്യുവാൻ ഓരോ മക്കളെയും കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രവും താഴ്ത്തുന്നു. സമർപ്പിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കണം. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.